ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി ഇങ്ങ് വന്നെത്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി വിഷു. അപ്പോൾ ഈ വിഷുവിന് ഒന്നൊരുങ്ങിയാലോ? ഇതാ ഇങ്ങനെ തന്നെ എല്ലാ വിഷുവും ഓണമൊക്കെ ഞങ്ങൾക്ക് ഒരേപോലെ തന്നെ കേട്ടോ. എല്ലാ പരിപാടികളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ ആണെങ്കിലും ഫുഡ് കഴിച്ചിട്ടൊക്കെ ആയാലും ഞങ്ങൾ ആഘോഷിക്കും കേട്ടോ. ഒന്നിനും ഒരു ബാക്കോട്ട് വെക്കാറില്ല. അപ്പോൾ എന്നും ഇവർ മൂന്നാളും മാത്രമാണ്. ഇന്ന് എനിക്കും ഒരു പൂതി, ഒന്ന് സാരിയൊക്കെ കൊടുത്തൊന്ന് ഒരുങ്ങിയാലോ എന്ന്. അങ്ങനെ ഞാൻ തലേന്ന് ചേച്ചിയോട് സാരിയൊക്കെ വാങ്ങി സെറ്റാക്കി അയണൊക്കെ ചെയ്തു വെച്ച് അങ്ങനെ ഞങ്ങളും ഒരുങ്ങി. പിന്നെ ഇതിലൊന്നും മോളില്ല. അല്ലൂസിന് എന്തോ ഒരു തരം ചൊടി, അങ്ങനെ തന്നെ പറയാം. അവളൊന്നിനും വന്നില്ല, കണ്ടോ കരിങ്ങിയിരിക്കുക. എല്ലാം ഞങ്ങളെ കൂടെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടോ. പക്ഷെ അവൾക്ക് എന്തോ പറ്റി. പോട്ടപ്പം എന്ത് ചെയ്യാനാണല്ല, പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. പല പ്രാവശ്യം ഞാൻ സേതകാക്കും വിളിച്ചിട്ടും അവൾ വന്നില്ല. ഇതിപ്പോൾ എല്ലാവരും ഫോട്ടോസ് കണ്ടിട്ട് ചോദിക്കേണ്ട, അല്ല അല്ലുല്ലേ എന്ത് ചെയ്യാനാണ്. പിന്നെ വിഷു ഓണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർവതി ചേച്ചിയാണ് ഫുഡ് തരുന്നത്. പാർവതി ചേച്ചി എന്ന് വെച്ചാൽ സേതക്കാക്ക് മീൻ കൊടുക്കുന്നത് അവിടുത്തെ ഒരു കസ്റ്റമറാണ്. ഒരു അമ്മയും അമ്മൂമ്മയും ഒരു മകളും അടങ്ങിയ അവർ മൂന്നാളും മാത്രമുള്ളൊരു വീട്ടിൽ. അവരെന്നും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാറാണ് ചെയ്യാറ്. പക്ഷേ അങ്ങോട്ട് പോകാറില്ല. അവർ മൂന്നാളും മാത്രമുള്ള ഒരു ബുദ്ധിമുട്ടല്ലേ. അത് പറയുമ്പോൾ അവർ പറയും, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് നിന്നെ വിളിക്കും, നീ എന്തായാലും വരണം എന്നാണ് സേതക്കാക്കനോട് പറയാറ്. അപ്പോൾ അവിടുന്ന് അതാ നേരെ പോയി. അവിടുന്ന് അവളും പോയിട്ടോ. അവളുടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹാരമായി. അങ്ങനെ ഇലയൊക്കെ എനിക്ക് കഴുകി തന്ന് അവൾ സെറ്റായിട്ടോ. അങ്ങനെ ഫുഡുകളെന്നും കൊണ്ടുവന്നിട്ടോ. ഇവരെ സാമ്പാർ അതൊരു ഒന്നൊന്നര സാമ്പാറാണ് കേട്ടോ. എന്ത് ടേസ്റ്റാണോ സാമ്പാറിന്. ഇത് വിഷു ഓണം എന്നല്ല, അതിൻ്റെ ഇടയിലും ഇതേപോലെ തൂക്കുപാത്രത്തിൽ നിറയെ സാമ്പാർ തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നെന്ന് നോക്കിയാലോ? പപ്പടം, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, പച്ചടി. ഈ പച്ചടി എനിക്കിഷ്ടമില്ല, പക്ഷേ കൂട്ടുകറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. എൻ്റെ കൂട്ടുകറിയും ചോറും മാത്രം മതി. പിന്നെ പുളിയിഞ്ചി, പായസം, നല്ല സേമിയ പായസം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നേ. അങ്ങനെ എല്ലാം കൂടിയൊക്കെ ടേബിൾ മേൽ നിരത്തി വെച്ച് ഞാൻ അപ്പോഴേക്കും ബാക്കി പപ്പടം പൊരിക്കാനും ചിക്കൻ ബാക്കി ചിക്കൻ്റെ പറയാൻ മറന്നുപോയി. 2-3 കഷ്ണം ചിക്കൻ ഇവിടെ മസാല പുരട്ടിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് സൈഡാക്കാം. ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു, മറന്നുപോയി. അങ്ങനെ ഇതെല്ലാം കൂടിയാക്കി സെറ്റാക്കി അവിടെ വെച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റായിരിക്കുമ്പോൾ അതാ അടുത്ത വീട്ടിൽ ചേട്ടൻ വിളിക്കുന്നു, മോള് വാ ഫുഡ് വാങ്ങാനെന്ന്. അപ്പം ഞാൻ തന്നെ അയ്യടാന്നായിപ്പോയി. കാരണം ഞങ്ങളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഒരു പാർവതീച്ചിൻ്റെ ഫുഡാണ് പ്രതീക്ഷ. എന്ത് ചെയ്യും. പിന്നെ അത് വേണ്ടാന്ന് പറയാനും മടി. അവരും ഇതുപോലെ തന്നെ കേട്ടോ. കൂട്ടുകറിയും അവിയലും പുളിഞ്ചിയും പച്ചടിയും ചോറും സാമ്പാറും നല്ല സെമിയ പായസവും. അവരും ഇതുപോലത്തെ പായസം. ഞാൻ വെച്ച ചോറ് മാത്രം പാവം. കാരണം പാർവതി വെച്ച ചോറല്ല, ബാക്കി എല്ലാ സാധനങ്ങളും തരുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് ഈ ചോറ് കഴിക്കാം, ഇത് തന്നെ ധാരാളമാണ് ഞങ്ങൾക്ക്. ബാക്കി ചോറിന് ഫ്രിഡ്ജിലേക്ക് വെക്കണം, വേറൊന്നും വയ്യില്ല. പാവം എൻ്റെ ചോറ്. അപ്പം ഞാൻ ഇതൊക്കെ നിരത്തി വെച്ചിട്ട് സിയാദ്ക്കാക്കനെ വിളിച്ച് ചോദിക്കുക, സിയാദ്ക്ക എന്ത് ചെയ്യും, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ചോറ് വെക്കണ്ടില്ലായിരുന്നു. എന്തായാലും മക്കളൊക്കെ നല്ല ഹാപ്പിയാണ്. നേരെ ഞാൻ പോയി ബാക്കി ചിക്കനൊക്കെ അങ്ങോട്ട് എടുത്തു. എൻ്റെ ചോറിനെ നോക്കി ഞാനൊന്ന് സങ്കടം പറഞ്ഞു. പോട്ടെ, ഇന്നിങ്ങനെ ആവട്ടെ. അങ്ങനെ നേരെ ഞാൻ ബാക്കി പണിയെടുക്കുമ്പോഴേക്കും സേതകാക്ക എല്ലാ മക്കളൊക്കെ രണ്ടാളെ ഇരുത്തി ഇല വെച്ചോ വിളമ്പാൻ തുടങ്ങി. അപ്പോൾ ഏത് വിളമ്പണം എന്ന് കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പാർവതീച്ചിൻ്റെ പാത്രം പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇവരെ പാത്രം വേഗം കൊടുക്കണമല്ലോ. അപ്പോൾ ഇവരത് ആദ്യം കഴിക്കുക, എന്നിട്ട് ബാക്കി പിന്നെ പാർവതീച്ചിൻ്റെ നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന് ഒരു പകുതിയാകുമ്പോൾ അതാ അപ്പുറത്തെ ചേച്ചി നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും കൊണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എൻ്റെ റബ്ബേ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. എന്തായാലും ഒരു സദ്യ കിട്ടാറുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ബിരിയാണി അത് ഇത്രയും കാലമായിട്ടില്ല. അങ്ങനെ ബിരിയാണിയും കിട്ടി. ബിരിയാണി നേരെ ഞാൻ മാറ്റി വെച്ചു രാത്രിയിലേക്ക്. പിന്നെ ബാക്കി പണികളൊക്കെ എടുക്കണമല്ലോ, തിന്നാൽ പോരല്ലോ. ബാക്കിയും പാത്രം കഴുകണമല്ലോ. പാത്രമൊക്കെ കഴുകി വരുമ്പോഴേക്കും തുടങ്ങി മക്കളെ. ഇതില്ലാതെ പിന്നെ എന്ത് വിഷു അല്ലേ. അങ്ങനെ ഒരു അരിപ്പായസം കുടിച്ച്, ഇത് ചേച്ചി തന്നാട്ടോ. അരിപ്പായസം കുടിച്ച് ഈ വിഷു നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ വിഷുവൊക്കെ നല്ല റാഹത്തായി കഴിഞ്ഞോ? എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.